ഇതാണ് GTA 5. 2004 നോർത്ത് യാങ്ടണിലെ ഒരു തണുത്ത രാത്രിയിൽ മൈക്കിൾ, ട്രെവർ, ബ്രാഡ് ചേർന്ന് ഒരു ബാങ്ക് കവർച്ചയ്ക്ക് ഇറങ്ങുന്നു. പക്ഷെ എസ്കേപ്പ് പ്ലാൻ പരാജയപ്പെടുന്നു. മൈക്കിൾ വെടിയേറ്റ് വീഴുന്നു. ബ്രാഡ് പിടിയിലായി. ട്രെവർ രക്ഷപ്പെടുന്നു. എല്ലാവരും മൈക്കിൾ മരിച്ചുവെന്ന് കരുതുന്നു. പക്ഷെ സത്യം വേറെയാണ്. മൈക്കിൾ ജീവിച്ചുകൊണ്ട് FIBയുമായി രഹസ്യ ഡീൽ ചെയ്യുന്നു. ലോസ് സാന്റോസിൽ പുതിയ പേര് മൈക്കിൾ ഡെസാന്റയായി സമ്പന്നമായ ജീവിതം ആരംഭിക്കുന്നു. അവന്റെ കുടുംബം അമാൻഡ, ജിമ്മി, ട്രേസി. പക്ഷെ മനസ്സിൽ ശൂന്യതയും ബന്ധങ്ങളിൽ ദൂരവുമാണ്. അതേസമയം സൗത്ത് ലോസ് സാന്റോസിലെ യുവ ഗാങ്സ്റ്റർ ഫ്രാങ്ക്ലിൻ ക്ലിന്റൺ റീപൊസഷൻ ജോലിയിലൂടെ ജീവിതം മുന്നേറുകയാണ്. മൈക്കിളിന്റെ മകന്റെ കാർ റീപൊസസ് ചെയ്യാനെത്തുന്ന ഫ്രാങ്ക്ലിൻ മൈക്കിളുമായി ആദ്യമായി കണ്ടുമുട്ടുന്നു. അവർക്കിടയിൽ മെന്റോർ സ്റ്റുഡന്റ് ബോണ്ട് ധീരെ ധീരെ വളരുന്നു. മൈക്കിളിന്റെ ക്രിമിനൽ പാസ്, ഫ്രാങ്ക്ലിന്റെ ആംബിഷൻ ഒന്നിച്ചു ചേരുന്നു. അപ്പോ ട്രെവർ മൈക്കിൾ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ലോസ് സാന്റോസിലേക്ക് എത്തുന്നു. ബ്രാഡിന്റെ മരണം, മൈക്കിളിന്റെ വഞ്ചന, പഴയ സൗഹൃദവും വൈരവും ഒരുപോലെ എത്തുന്നു. മൂന്ന് പേരും ചേർന്ന് വലിയ ഫീസ്റ്റുകൾ നടത്തുന്നു. ജ്വല്ലറി സ്റ്റോർ, മെറിവെതറിന്റെ ആയുധങ്ങൾ, യൂണിയൻ ഡിപ്പോസിറ്ററിയിലെ സ്വർണം. ഓരോ കവർച്ചയും ധൈര്യം കൂട്ടുന്നു. പക്ഷേ പുതിയ ശത്രുക്കളും ഉണ്ടാകുന്നു. മൈക്കിളിന്റെ പഴയ ജീവിതം, ട്രെവറിന്റെ കോപം, ഫ്രാങ്ക്ലിന്റെ ആഗ്രഹം എല്ലാം കോൺഫ്ലിക്റ്റ് സൃഷ്ടിക്കുന്നു. ഡെവിൻ വെസ്റ്റൺ, സ്റ്റീവ് ഹെയിൻസ്, ചെൻ ഫാമിലി ഇവരെ അവസാനിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നു. അവസാനത്തിൽ ഫ്രാങ്ക്ലിന് നിർണായകമായൊരു തെരഞ്ഞെടുപ്പ്. മൈക്കിളിനെ കൊല്ലണോ, ട്രെവറിനെ കൊല്ലണോ? പക്ഷേ ഫ്രാങ്ക്ലിൻ തെരഞ്ഞെടുത്തത് ഡെത്ത് വിഷ്. മൂന്ന് പേരും ഒരുമിച്ച് ശത്രുക്കളെ അവസാനിപ്പിക്കുന്നു. യൂണിയൻ ഡിപ്പോസിറ്ററിയിലെ സ്വർണം സുരക്ഷിതമാക്കുന്നു. മൈക്കിൾ കുടുംബത്തോടൊപ്പം പുനഃസംധാനം നേടുന്നു. ട്രെവർ സ്വാതന്ത്ര്യം നിലനിർത്തുന്നു. ഫ്രാങ്ക്ലിൻ ഉയരാനുള്ള വഴി ആരംഭിക്കുന്നു. ലോസ് സാന്റോസിലെ തെരുവുകളിൽ മൂന്ന് നായകരും മുന്നേറുന്നു. വഞ്ചന പരാജയപ്പെട്ടു, സൗഹൃദം നിലനിന്നു. ഇതാണ് GTA 5. ജീവിതം, തെറ്റുകൾ, വിശ്വസ്തത, ആഗ്രഹങ്ങൾ എല്ലാം ചേർന്ന മഹാകഥ.